എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. ഈ വഴികൾ എൻ്റെ കഴിഞ്ഞൊരു ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ, ഇത് മാട്ടൂലേക്കുള്ള വഴിയാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലുള്ള ഒരു ഗ്രാമപ്രദേശമാണ് മാട്ടൂൽ എന്ന് പറയുന്നത്. ഒരുപാട് ബീച്ചും ഒക്കെ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മാട്ടൂൽ എന്ന് പറയുന്നത്. ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. ഇപ്പോൾ മാട്ടൂൽ കുറച്ച് ഫേമസ് ആവുന്നത് അവിടുത്തെ പെറ്റ് സ്റ്റേഷൻ്റെ പേരിലാണ് കേട്ടോ. ഞങ്ങൾ ഈ പെറ്റ് സ്റ്റേഷനെ പറ്റിയിട്ട് കുറേ ആയി കേൾക്കുന്നത്. തൊട്ടടുത്ത് ഉണ്ടായിട്ട് പോലും അവിടത്തേക്ക് പോകാനൊരു സമയം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് എനിക്ക് ഈ പെറ്റ്സിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് കയറിയിട്ട് എന്തിനാണ്, എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലല്ലോ എന്ന് കരുതി ഇത്രയും കാലം ഡിലേ ആക്കി വെച്ചതായിരുന്നു കേട്ടോ. പെറ്റ് സ്റ്റേഷന് പുറത്ത് തന്നെ ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതിൽ കുറെ കോഴിക്കാർപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഗുഹയിൽ കയറുന്ന പോലെയാണ് അതിന്റെ ഇന്റീരിയർ മൊത്തം ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അത്ര വരെ എനിക്കുണ്ടായിരുന്നൊരു നെഗറ്റീവ് തോട്ട്സ് മൊത്തം അതിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് പോയി കിട്ടിട്ടോ. പുറത്ത് നല്ല വെയിലായിരുന്നു, പക്ഷെ ഒട്ടും തന്നെ ചൂട് പെറ്റ് സ്റ്റേഷന്റെ ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്കൂടെ നടക്കുമ്പോഴൊക്കെ. ഇത് അരാപ്പയ്മയാണ് കേട്ടോ ആ കൂട്ടിലുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ പെറ്റ്സിനെയൊക്കെ ഇട്ടിരിക്കുന്ന കേജ് നെറ്റും അതുപോലെ തന്നെ ഗ്ലാസും കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ പക്ഷികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ് സെപ്പറേഷനെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ അവരുടെ ഈ ഒരു ഡിസൈനിങ്. അതുകൊണ്ട് പക്ഷികളൊക്കെ നോക്കാം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. സാധാരണയില്ല ഇത്തരത്തിലുള്ള സൂവും അതുപോലെ പെറ്റ് സ്റ്റേഷനും ഒക്കെ കമ്പി കൊണ്ട് മറച്ചിരിക്കുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, നമുക്കൊരു ഞെട്ടൊക്കെ തോന്നും. ഇവിടെ ആ ഒരു ഇതില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരത് മൊത്തം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാം ശരിക്കും. അധികം ഒരു സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. ഒന്നാമത് അത്തരത്തിലുള്ള സ്മെല്ലൊക്കെ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത. പക്ഷെ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്കൂടെ നമുക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഞെട്ടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. നല്ല രസമുണ്ട് എല്ലാം കണ്ട് ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട്. കുട്ടികളുമായിട്ട് വന്ന ആൾക്കാർ തന്നെയാണ് അവിടെ കൂടുതലുള്ളത്. കാരണം മക്കൾക്ക് തന്നെയാണല്ലോ ഇതെല്ലാം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. ഈ കാണുന്ന പക്ഷികളൊക്കെ വിദേശികളാണ് കേട്ടോ. അതാണ് അത്ഭുതം. ന്യൂസിലാൻഡിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അങ്ങനെയൊക്കെ വന്ന പക്ഷികളാണിത്. ശരിക്കും പറഞ്ഞാൽ നോക്കറ, നമ്മൾ ഈ നാട്ടിൽ കണ്ണൂർ ഒരു ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് ഏതോ രാജ്യത്തുള്ള പക്ഷികളെല്ലാം ഇങ്ങനെ കാണുന്നത്, അതെല്ലാം ശരിക്കും അത്ഭുതമല്ലേ. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയിട്ടാ. എല്ലാത്തിൻ്റെ പേരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബേർഡ് ഉണ്ടല്ലോ, ഇത് പാരറ്റിന്റെ ഒരു വകഭേദമാണല്ലോ. ഇത് അവിടെ നിന്ന് ഒച്ചപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞല്ലോ അതിങ്ങനെ കാണുന്നുണ്ട്. എന്തിനാണെന്നോ അത്രയും ശല്യം ഇതിനെക്കൊണ്ട്. നമ്മളാ ഇതിന്റെ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇത് കരയുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. അത്ര ഇങ്ങനെ നിലവിളിക്കുന്നുണ്ടായിരുന്നത്. ഇതിനാരോ കലമ്പുന്നൊക്കെ പോലെ തോന്നി ശരിക്കത് കേൾക്കുമ്പോൾ. കൂടുതലും പാരറ്റ്സിന്റെ വെറൈറ്റീസ് ആണ് അവിടെ ആദ്യ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാത്തിൻ്റെയും കേജ് കാണാൻ തന്നെ എന്തൊരു നീറ്റായിട്ടാണെന്നറിയോ അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ഫുഡും വെള്ളവും ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കാഷ്ടോട്ടിട്ടുള്ള വൃത്തികേടോ അങ്ങനെയൊന്നുമില്ല. ഇവരിടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ആക്കുന്നുണ്ട് തോന്നുന്നു. ഒരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു വൃത്തികേടോ അവിടെ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൃത്തിക്ക് അതെല്ലാം കണ്ട് സന്തോഷിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ കിളികളെയൊക്കെ കാണുമ്പോൾ തന്നെ. ഞാനതിൻ്റെ വലിയ ഫാനല്ലെങ്കിലും എനിക്ക് അവിടുത്തെ കിളികളെയൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോയി. ശരിക്കും അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കും. ബേർഡ്സിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു. അതിങ്ങനെ കേജിന് പുറത്തേക്ക് ഇങ്ങനെ തലയിട്ടിട്ട് നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാരുമായിട്ട് നന്നായിട്ട് ഇണങ്ങി ജീവിക്കുന്ന പെറ്റ്സാ തോന്നുന്നത്. എപ്പോഴും കാണുന്നുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഓണർ അവരും ഈ പെറ്റ്സിനോട് എപ്പോഴും ഇടപഴകുന്ന വീഡിയോസ് അവരുടെ ചാനലിൽ ഇട്ടിട്ട് കാണാം. ഒട്ടകപക്ഷിയാണ് കേട്ടോ. ഇതൊന്നും ലൈഫിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ പോകുമ്പോൾ അതിങ്ങനെ കിടക്കുന്നുണ്ടായത്. ഇത് ഏറ്റവും ചെറിയ പശുവാണേ. അതിനെ കാണാൻ എന്തൊരു ക്യൂട്ടായിരുന്നു എന്നറിയാം. പിന്നെ ഒരു ഒട്ടകവും അതിൻ്റെ കുട്ടിയും ഉണ്ടായിരുന്നു അവിടെ. ഒട്ടകത്തിന്റെ കുട്ടി ജനിച്ചിട്ട് അത്രക്കൊന്നും ആയില്ല തോന്നിട്ടാ. കാണുമ്പോൾ അങ്ങനെ തോന്നിയത്. അതിന്റെ തൊട്ടടുത്ത കൂട്ടിൽ കുറച്ച് പാൽത്തു ജാൻവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കഴുതി ഉണ്ടായിരുന്നു. ഇത് സ്ക്യൂറൽ മങ്കിയാണേ. അതിനെ കാണാൻ നല്ല രസമുണ്ട്. അതിന്റെ കളിയെല്ലാം നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ കുടിക്കുന്ന കണ്ടു ഞങ്ങൾ അവിടുന്ന്.
ഇത് ചൈനീസ് കോഴിയാണ് കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് കയറിയാൽ നമുക്കിങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പെറ്റ്സിനെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ. അത് അകത്തെ കയറുന്ന ടിക്കറ്റിനോട് കൂടെ ഒരു 40 രൂപേൻ്റെ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കണം. അവൻ്റെ ഒറ്റൊരാളുടെ താല്പര്യത്തിന് എടുത്തതാണ് കേട്ടോ ഈ ഇഗ്വാനേനെ. അവൻ പേടിച്ച് നിൽക്കുന്ന പോലെ തോന്നും. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടേ അല്ല. അവൻ പറഞ്ഞു എനിക്കതിനെ കയ്യിൽ വെക്കണമെന്ന്. ഞാനൊന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. എനിക്കിതെല്ലാം ഞെട്ടാണ്, ഇഷ്ടമല്ല. അവരിങ്ങനെ പേടിക്കുന്ന പോലെ ഉണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല. അവിടെ വരുന്ന ഓരോ ആൾക്കാർ ഓരോ പെറ്റ്സിനെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. സ്നേക്കും പാരറ്റ്സും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അവിടുന്ന്. കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും എടുക്കണം തോന്നിയെങ്കിൽ അപ്പം തന്നെ പേ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ കൂടുകളിലൊക്കെ ഓരോ വെറൈറ്റീസ് ഓഫ് നായ്ക്കളാണ് ഉണ്ടായത്. അതിനെ പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓടിച്ചു നോക്കിയിട്ടാണ് പോയത്. ഓരോ കൂട്ടിലെത്തിയും ജീവികൾ ഇങ്ങനെ ഉറങ്ങുന്നതുണ്ടായത്. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും. കുറച്ച് ആമകളും അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സെക്ഷനിൽ ഉണ്ടായത്. ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ പെറ്റ് സ്റ്റേഷൻ്റെ മുറ്റെന്ന് പറയാം. മൊത്തം പച്ചപ്പായിരുന്നു അവിടെ. ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ അതൊരു ഗുഹേൻ്റെ ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ ഏതോ ഒരു സ്ഥലത്തേക്കൂടെ പോകുന്ന പോലെ തോന്നും. നമ്മളെ നാട്ടിലെ ഒരു സ്ഥലമാണെന്ന് പറയേയില്ല കേട്ടാ. ഞങ്ങൾ പോയ ആ ഒരു സമയത്തും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട്. ഫാമിലി ആയിട്ട് വരുന്നവരും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൂട്ടി വരുന്നവരും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായത്. എല്ലാവരുടെ കൂട്ടത്തിലും കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികൾ തന്നെയാണ് പെറ്റ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ണൂരിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കണ്ണൂരേക്ക് വരുന്ന ആൾക്കാരോ ആണെങ്കിൽ തീർച്ചയായിട്ടും പെറ്റ് സ്റ്റേഷൻ കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് പോകണം കേട്ടോ. അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാനുണ്ട്. ഒരിക്കലും അതിനുള്ളിൽ കയറിയിട്ട് ആ ഒരു സമയം നിങ്ങൾക്ക് വേസ്റ്റായി എന്ന് തോന്നില്ല. അത്രയും കാഴ്ചകളുണ്ട് കേട്ടോ അവിടെ. പെറ്റ് സ്റ്റേഷൻ്റെ രണ്ടാമത്തെ സൈഡിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. അവിടെയുള്ളത് ഒരുപാട് കോഴിക്കാർപ്പാന്നേ. ഒരു ടാങ്ക് നിറയെ കോഴിക്കാർപ്പുണ്ട് അവിടെ. നമുക്കതിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. എൻട്രൻസ് ഫീസ് എടുക്കുന്നതിനോട് കൂടെ ഒരു 40 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ നമുക്കിതിനുള്ള ഫുഡ് അവർ കയ്യിൽ തരും. അതിങ്ങനെ വെള്ളത്തിലേക്ക് വെച്ചാൽ എല്ലാം കൂടി വന്ന് നമ്മളെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കും കേട്ടോ. നല്ലൊരു കാഴ്ചയാണത്. പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പിന്നത്തെ സെക്ഷനിലാണ് ഇഗ്വാനകൾ കുറേ ഉണ്ടായത്. ഇതിലെന്തെല്ലാം വെറൈറ്റി കുരങ്ങുകളാണ്. അതിൻ്റെയൊക്കെ പേരും എവിടെ നിന്നാണ് ഉള്ളതെന്നൊക്കെ അതിൻ്റെ ഒറിജിനൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ പ്രാവുകളാണ് ഉണ്ടായത്. എന്തെല്ലാം തരത്തിലുള്ള പ്രാവുകളാണെന്നറിയോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും കാണാൻ വേണ്ടിയിട്ട്. പെറ്റ് സ്റ്റേഷൻ്റെ യൂട്യൂബ് ചാനലിൽ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഇതിനുള്ളിൽ കയറിയാലേ ഓരോ കൂട്ടിൻ്റെ മുന്നിലും ഒരു 5 സെക്കൻഡെങ്കിലും സമയം സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനുള്ളിലത്തെ പെറ്റ്സ് അതിൻ്റെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പോയാൽ എന്തെന്നാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് വിചാരിച്ചു പോവും. അത് ശരിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും ഒരു പെറ്റ് ലവർ അല്ല. എങ്കിൽ കൂടി എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ പെറ്റ്സിനെ കാണാനും അതിനിങ്ങനെ നോക്കിയിരിക്കാനും ഒക്കെ. ഒരു ചെറിയൊരു പെറ്റ് കെയറിങ് യൂണിറ്റ് കൂടി അതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും നല്ലൊരു കാര്യമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനപ്പുറം നല്ലൊരു പെറ്റ് ലവർ തന്നെയാണ് ഈ ഒരു സംരംഭം കൊണ്ടുപോകുന്നതെന്ന് നമുക്കിവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും തോന്നിപ്പോവും കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയത്. എല്ലാം അത്രയും ക്ലിയർ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് മോനെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മോൻ വളരെ ഹാപ്പി ആയിരുന്നു. പെറ്റ്സിനെ എടുക്കാൻ പറ്റി, കാണാൻ പറ്റി, എന്തിനൊക്കെയോ പുതിയ പുതിയ സംഭവങ്ങൾ അവൻ അറിയാൻ പറ്റി. അതന്നെ വലിയൊരു സന്തോഷമല്ലേ നമുക്ക്. ഇനിയും കുറേ ഇഗ്വാന അന്നുണ്ടായതിട്ടാ. ശരിക്കും എന്നെ കാണുമ്പോൾ എന്തോ പോലെ തോന്നില്ലേ. പക്ഷെ സംഭവം വളരെ പാവമായിട്ടുള്ളൊരു കാര്യമാണെന്ന് കുറേ ആൾക്കാരെ വീഡിയോസ് കണ്ടേരം മനസ്സിലായി. പിന്നെയുള്ള സെക്ഷൻ മൊത്തം ഒരുപാട് എലികളാണേ. നമ്മളെല്ലാം വീട്ടിലൊരു എലീനെ കണ്ടാൽ വെറുതെ വിടുമോ? ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണോ എലീനെ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് തരത്തിലെ എലികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റാബിറ്റ്സിൻ്റെ വെറൈറ്റീസ് ഉണ്ടായത്. എല്ലാം പുറമേ നിന്ന് വരുന്ന ആൾക്കാരേ ഉള്ളൂ കേട്ടോ. അവിടെ നമ്മുടെ നാട്ടിൽ കാണുന്നവർ കുറവാണ്. ശരിക്കും നമുക്കതൊരു പുതിയൊരു കാഴ്ച തന്നെയല്ലേ. പെറ്റ് സ്റ്റേഷൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുമെന്ന്. അവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ മൊത്തത്തിൽ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നടന്ന് ലാസ്റ്റ് എത്തുമ്പോഴേക്കും
ഫുൾ ശരിക്കും നമ്മുടെ ഇതൊരു ഗുഹേൻ്റെ ഉള്ളിൽ പെട്ടൊരു ഫീലിംഗാണ് ഉള്ളത്. അവിടുത്തെ വെള്ളച്ചാട്ടവും അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പം ഏതോ ഒരു സ്ഥലത്തിൽ പെട്ട പോലെ തോന്നും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെറ്റ് സ്റ്റേഷൻ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസിങ് ചെയ്തത് ഈ ഒരു സംഭവമാണ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഈ ഗുഹേൻ്റെ ഉള്ളിലേക്കൂടെ കയറി നമ്മൾ ഈ ഒരു സെക്ഷനിൽ എത്തുന്നത്. ഒരുപാട് ടോയ്സും ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടുന്ന എന്തെല്ലോ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാട്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ. അത്രയും ക്യൂട്ടായിട്ടുള്ള ടോയ്സാണ് അവിടെ ഉണ്ടായേ. ഞാൻ മുന്നേ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കുഞ്ഞു ടോയ്സിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. ചിലപ്പോൾ മനസ്സിൽ ഇപ്പോഴും ബാല്യം കൊണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും പെറ്റ് സ്റ്റേഷനിൽ വന്നാൽ ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോ. വലിയ പൈസയൊന്നുമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലും സ്പെൻഡ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ അവിടെ. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് ഉണ്ടായത്. അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ തന്നെ എത്തും കേട്ടോ. അവിടെയാണ് 2 കുതിരകൾ ഉണ്ടായിരുന്നു. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയോ കുതിരനെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇതുവരെ പെറ്റ് സ്റ്റേഷനിലേക്ക് വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ കേട്ടോ. എൻട്രൻസ് ഫീ 100 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. പെറ്റ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ്. ഈവനിങ് ആയതുകൊണ്ട് ബീച്ചും ഫുൾ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു വൈബ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കുറെ ആൾക്കാർ പട്ടങ്ങൾ പറത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം കാണാൻ നല്ലൊരു രസമാണ്. അപ്പോൾ നേരത്തെ ഒരു വെയിലുള്ള സമയത്ത് പെറ്റ് സ്റ്റേഷനിലേക്ക് കയറിയാൽ പുറത്തിറങ്ങി നമുക്ക് ബീച്ചിലും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതിന് ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിത് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ ഒരു ഏരിയ ഇങ്ങനെയാണെന്ന്. പുറത്തിറങ്ങി ആദ്യം ചെയ്തൊരു കാര്യം മോൻ്റെ കൈയെല്ലാം നന്നായിട്ടൊന്ന് സാനിറ്റൈസ് ചെയ്ത് കൊടുത്തു. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. നിങ്ങളും ഇപ്പോഴും സാനിറ്റൈസർ ഉപയോഗിക്കലുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ കണ്ണൂർ മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.